Hello guys, welcome back to my channel BRP Vlogs. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ തമ്പനിയിൽ കണ്ടണക്ക് തന്നെ തീർന്നൊരു പേന അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഫോണിന് ഒരു സ്റ്റൈലസ് ഉണ്ടാക്കും എന്നാണ് ഉള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അതായത് ഇതുപോലെയുള്ള ഒരു സ്റ്റൈലസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതായത് മെയിനായിട്ട് ആവശ്യമുള്ളതാണ് ഇതുപോലത്തെ ഒരു പേനയാണ്. തീർന്നായിരുന്നാലും മതി, തീർന്നതാണ് ആവശ്യമുള്ളത്. പിന്നെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു പഞ്ഞി ആവശ്യമുണ്ട്. പഞ്ഞി, അത് കഴിഞ്ഞിട്ടൊരു കോപ്പറിൻ്റെ വയർ. അതായത് നമുക്ക് ഇതുപോലത്തെ സാധാ ഒരു വയറിംഗ് ഒക്കെ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സാധാ കണക്ഷൻ വയർ എടുത്താൽ അതിൻ്റെ അകത്ത് കുറേ ത്രെഡുകളാണ്. ആ കുറേ ഉള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതിൻ്റെ അകത്ത് നിന്ന് ഇളക്കിയെടുക്കുക. ആ ഒരെണ്ണം വെച്ചാണ് നമ്മൾ ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റൈലസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ കേസ് നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കേസ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നേരത്തെ പറഞ്ഞാൽ ഇതുപോലൊരു കോപ്പർ വയറിൻ്റെ ഒരു പീസ് ആവശ്യമുണ്ട്. അതിൻ്റെ അകത്തു നിന്നുണ്ട് ഒരു പീസ് കോപ്പർ ഇളക്കിയെടുത്തതാണിത്. ഇടണം. എന്നിട്ട് ഈ ഒരു പഞ്ഞി, ഈ ഒരു പേന, കുറച്ച് വെള്ളം എന്തിനാണ് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. ആദ്യം പേനയുടെ റീഫിലെടുത്ത് മാറ്റുക. റീഫിൽ മാറ്റിയതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഈ ഞാൻ നേരത്തെ കാണിച്ച കോപ്പറിൻ്റെ പീസ് നിങ്ങൾക്ക് ഈ ഒരു ഹോളിലോട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് കോപ്പർ കൊടുത്തിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് കോപ്പർ വയർ വെളിയിലോട്ട് എടുക്കാം. അപ്പോൾ ഈ കോപ്പർ ഇളകി പോകാതെ ഇവിടെ തന്നെ നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്യാം. അപ്പം പിന്നെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് കോപ്പർ ഇവിടെ നിന്ന് വിട്ടു പോകത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തൂടെ ഇട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് കോപ്പർ ഇങ്ങോട്ട് വെളിയിലെടുക്കാം. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് കോപ്പർ വയർ ഇരിക്കും. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒന്നും കോപ്പർ ഇളകി പോകത്തില്ല. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് വെക്കാം ഗൈസ്. അപ്പോൾ അതുപോലെ വെക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഇത്തിരി പീസ് പഞ്ഞി ഇളക്കിയെടുക്കുക. പഞ്ഞി എടുത്തിട്ട് ഈ വെള്ളം ജസ്റ്റ് വിരലടി പഞ്ഞി എടുത്തതിൽ മുക്കല് കൈ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ഈ പഞ്ഞി ഒന്ന് ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുത്തതിന് ശേഷം ഈ നേരത്തെ എടുത്ത് ഈ കമ്പി ഇതിനകത്തൊന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് പഞ്ഞി വയ്ക്കുക. എന്നിട്ട് ഇതിൽ ഈ സൈഡിൽ കൂടെ തള്ളി നല്ലപോലെ ആ പഞ്ഞി വെളിയിൽ വരുത്തുക. വെളിയിൽ എത്തിച്ചതിന് ശേഷം എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ പഞ്ഞി ഇവിടെ നിന്ന് ഇങ്ങനെ അമുക്കി കൊടുത്താൽ നല്ലപോലെ വെളിയിൽ വരുന്നതായിരിക്കും. അതിനുശേഷം ഈ പഴയ സാധനം ഈ വയർ അകത്ത് കയറ്റാതെ വെളിയിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്യുക. അത് ടൈറ്റ് ആയതിനു ശേഷം ഷാളെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ വലിച്ചു വയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വിരൽ ഈ കോപ്പറിൽ തട്ടുമ്പോഴാണ് കയ്യിൽ നിന്നുള്ള ഇലക്ട്രിക് സിഗ്നൽസ് ഈ പഞ്ഞി ഇതിൽ വന്ന് സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ ഇവിടെ ടേപ്പിട്ട് ഒട്ടിയില്ല. കാരണം നമ്മുടെ കൈയും കോപ്പർ വയറുമായിട്ട് നല്ല കോണ്ടാക്ട് ഇതിൽ വരണം. അതാണ് ചെയ്തിട്ട് ബാക്ക് സൈഡിൽ ഇങ്ങോട്ട് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. എല്ലാം ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു പേനയിൽ ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിലോട്ട് ഈ കോപ്പർ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ച് ബാക്കി ഈ പറഞ്ഞ ഹോളിലോട്ട് നമുക്ക് ഇരിക്കുന്ന ഹോളിലോട്ട് നമുക്ക് ബാക്കി ഇത് നമുക്ക് എടുത്തതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പം പിന്നെ ഇത് ഇളകി പോകത്തില്ല. ആ കോപ്പർ ഇതിൽ കൂടെ ഈ നമ്മൾ നേരത്തെ കാണിച്ച ഹോളിൽ കൂടെ എടുത്ത് വെളിയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇതെനിക്ക് പേനിൽ ഹോളില്ലാത്തതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെറുതായിട്ട് ചുറ്റി ഇവിടെ വെച്ച് ടേപ്പ് ഒട്ടിച്ച് വെച്ചത്. കാരണം നമ്മൾ ഇവിടെ പിടിക്കുന്നുള്ളൂ ഈ ഒരു ഇത്രയും ഭാഗത്ത്. അവിടെ അങ്ങനെ വന്നിരുന്നാൽ മതി. ബാക്കി നമ്മൾ പഞ്ഞി ഇതുപോലെ ഇത്തിരി വെളിയിലോട്ട് ഇട്ടിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കോപ്പറല്ല നമ്മുടെ ഈ സ്റ്റൈലസ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരു സ്റ്റൈലസ് ആണ് നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ തീർന്നൊരു
ലീഫിലൊരു ബോഡി ഉപയോഗിച്ചുകൊണ്ട് ഒരു പേനയിൽ സ്റ്റൈലസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതെങ്ങനെ വർക്കാവുമെന്ന് നോക്കാം. അപ്പോൾ വർക്കാവുമെന്ന് നിങ്ങൾ നോക്കിയിട്ട്. അപ്പോൾ ഗൈസ് നമുക്കിനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ സെയിം സാധനം ഞാൻ പറഞ്ഞ കണക്ക് കണ്ട ഈ ഒരു പേപ്പറിൽ തൊടാതെ വരച്ച ഒന്നും വരത്തില്ല. പക്ഷേ ഇതിൽ നിന്നുള്ള നമ്മുടെ കയ്യിൽ നിന്നുള്ള ഇലക്ട്രിക് സിഗ്നൽസ് ഈ കോപ്പർ വഴി പഞ്ഞിന്ന് ഡിവൈസിലിട്ടും. ഇതാ ഇപ്പോൾ നോക്കിക്കോ, കണ്ട. അപ്പോൾ അതുപോലെ നല്ലപോലെ അടിപൊളിയായിട്ട് പടം വരയ്ക്കാനാണെങ്കിലും ഒരു സ്റ്റൈലസ് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് വെള്ളം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലായിരുന്നു. കാരണം പഞ്ഞ് ചെറുതായിട്ട് നനച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഇലക്ട്രിക് സിഗ്നൽ ചെറുതായിട്ട് ഈ സ്ക്രീനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം കോണ്ടാക്ട് നല്ലപോലെ നടക്കും. അതിനാണ് പഞ്ഞ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ലതുപോലെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഏതൊരു പേന, ഈ ഒരു പേനാണെന്നല്ല ഏതൊരു പേനയിൽ വേണമെങ്കിൽ നമുക്ക് ഏതൊരു ഡിവൈസിലും ഇതുപോലെ നമുക്ക് സ്റ്റൈലസ് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലേ? എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പേനയൊക്കെ നമുക്ക് ഉണ്ടാക്കി നല്ല അടിപൊളി ഏത് ഡിവൈസിന് ഉണ്ടാക്കുന്ന സമയത്തും പറഞ്ഞാൽ ഏത് ഡിവൈസിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. എന്തോ അത് വരയ്ക്കാനൊന്നല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് സാധാരണ സ്റ്റൈലസ് എടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യും അതുപോലെയല്ല ഇതിലും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഉടൻ തന്നെ ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.